ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസായിട്ട് വന്നതാണ്. അപ്പോൾ ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ഉണ്ട്, സെൽഫ് സ്വിച്ച് അടക്കി വർക്കാവുള്ള എന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ വണ്ടി 22,568 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. ഓൾറെഡി മീറ്റർ ഇപ്പോൾ വർക്കിംഗ് അല്ല, മീറ്റർ കേബിൾ വർക്കിംഗ് അല്ല, കേബിൾ പൊട്ടി കിടക്കാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. ആക്സിലേറ്റർ കേബിളൊക്കെ നല്ല രീതിയിൽ റേസിങ് കാണിക്കുന്നുണ്ടായിരുന്നു, നല്ലോണം സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കതിനകത്ത് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. സെൽഫ് എടുക്കാനായിട്ട് ചില സമയങ്ങളിൽ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. സെൽഫ് എടുക്കുമ്പോൾ 1-2 പ്രാവശ്യം അമർത്തിയതിന് ശേഷമാണ് നമുക്കത് എടുക്കാൻ പറ്റുക. നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്ത് വരുമ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ആകുമ്പോൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീൽ പിടിക്കുന്നത് ഈ ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഓയിൽ വരുന്നുണ്ട്, 120 മില്ലി ഓയിലാണ് വരാം. അപ്പോൾ അതിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ ലോ ആയിട്ട് കാണുന്നത്. ഉള്ള ഓയിലാണെങ്കിൽ മോശമാണ് തന്നെ. അപ്പോൾ ഗിയർ ഓയിലൊന്ന് ചേഞ്ച് ചെയ്ത് ഇടണം കേട്ടോ. അതേപോലെ ബാക്ക് ടയറൊക്കെ ചെക്ക് ചെയ്തോ, ടയർ അത്യാവശ്യം ഉപയോഗിക്കാണ്ട്, ഹബിനും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ പൊടി കയറിയിട്ട് ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. കമ്പനി ഫിൽറ്റർ, ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം, പക്ഷേ അതിൻ്റെ നല്ല ലൈഫ് കഴിഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ പൊടി കയറി ബ്ലോക്കായി കാണാം. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്, ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചാണ്. ക്ലച്ചിൽ വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല, ഇപ്പോഴത്തെ സ്റ്റേജിലില്ല. അപ്പോൾ നമുക്ക് എയർ അടിച്ച് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പക്ഷേ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടലുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വഴിപ്പെടാവുന്നൊരു സിറ്റുവേഷനാണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ, ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റി പോവുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി നല്ലത്. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം, വേരിയേറ്റർ ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. കാരണം ഞാൻ അത്യാവശ്യം പൊടി ഉണ്ട് അതിനകത്ത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതൊക്കെ നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു ബുഷ് അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം കേട്ടോ. പിന്നെ മെയിനായിട്ട് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ ഊറ്റുന്ന സമയത്ത് ഓയിൽ വണ്ടിക്കകത്ത് ഓയിലില്ല. പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ ഊറ്റി കഴിയുമ്പോൾ നമുക്ക് ശരിക്കും 600 മില്ലി ഓയിൽ എഞ്ചിനിൽ വരുന്നുണ്ട്. ഓയിൽ ഊറ്റുന്ന സമയത്ത് ചുരുങ്ങിയത് ഒരു 500 മില്ലിയിൽ നമുക്ക് കിട്ടണം. ഇതിപ്പോൾ നമ്മൾ ഒരു 100 മില്ലി കഷ്ടിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുന്നതിൻ്റെ പ്രോബ്ലംസ് വണ്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടുമ്പോൾ വന്ന കേസ് എന്ന് വെച്ചാൽ ഒന്ന് പിസ്റ്റൺ സിലിണ്ടർ കംപ്ലയിൻറ്റ് വരും. അതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ള കേസ് നമ്മളിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. ഇതെനിക്ക് തോന്നുന്നു മീറ്റർ വർക്കിംഗ് അല്ലാതെ കംപ്ലയിൻ്റ് ആയി കിടന്ന് ഓടിയിട്ട് കിലോമീറ്റർ എത്ര ഓടണമെന്നുള്ള ദിവസം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. അതാണ് മെയിനായിട്ടുള്ള റീസൺ. കൃത്യമായിട്ട് 3000 കിലോമീറ്ററിനുള്ളിൽ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒന്നാമത് ഓയിൽ ലെവൽ കുറവാണ്, 600 മില്ലി ഓയിലാണ് നമുക്ക് ആകെ എഞ്ചിനിലുള്ളത്. അപ്പോൾ അതിനകത്തുനിന്ന് വീണ്ടും താഴേക്ക് പോകുമ്പോഴത്തേക്കും ഓയിൽ പമ്പിങ് കാര്യങ്ങളൊക്കെ വലിയ പ്രോബ്ലത്തിലേക്ക് വരും. സിലിണ്ടറൊക്കെ പെട്ടെന്ന് സ്ക്രാച്ച് കാര്യങ്ങൾ വരും. അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ആയിട്ട് പിന്നിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് തരാം. അതിനുശേഷം പുകയുടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാൻ. ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതികൾ അതിനെ പറ്റിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. കുഴപ്പമുണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാൻ. പിന്നെ നമുക്ക് അതിനകത്ത് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ പ്ലഗും മാറ്റി വിടണം കേട്ടോ. എയർ ഫിൽറ്റർ പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞത് ബാറ്ററിയുടെയാണ്. 2023 ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. അതിൻ്റെ വോൾട്ട് തന്നെ ഓൾറെഡി കുറവാണ്. ഞാൻ വണ്ടി ഓടിച്ച് കയറ്റണ സമയത്ത് നമുക്ക് ഏകദേശം ഒരു 12 വോൾട്ട് കാണിച്ചു. അത് നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് 2 പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ബാറ്ററി ഡൗൺ ആയി പോവാണ്. നമ്മളിപ്പോൾ എങ്ങനെ ഡൗൺ ആയാലും ബാറ്ററി, അതായത് നമ്മളിപ്പോൾ എങ്ങനെ ടെസ്റ്റ് അടിക്കുമ്പോഴും ബാറ്ററിയിൽ നിന്ന് പവർ എടുക്കും, പെട്ടെന്ന് അത് ബാക്കപ്പ് ആവേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ 11.2 വരെ കാണിക്കണുള്ളൂ. ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ബാറ്ററി പോകണുണ്ട് 6.8 വരാണ്. 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. ആ സ്ഥാനത്താണ് 6.8 പോകാം. അപ്പോൾ ബാറ്ററി ഓൾറെഡി വാറണ്ടിയിലുള്ളതാണെങ്കിൽ വാറണ്ടിക്ക് അയച്ചത് മാറ്റിയിടുക. അതല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വയ്ക്കുക. എന്തായാലും ഇപ്പോൾ വാറണ്ടിക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് അടിക്കണം കേട്ടോ. ടെസ്റ്റ് അടിച്ച ഇതാണെന്നുണ്ടെങ്കിൽ മാത്രമേ അയച്ചിട്ട് കാര്യമുള്ളൂ. അത് നോക്കാം. വാറണ്ടി പീരീഡിലുള്ളതാണെന്നുണ്ടെങ്കിൽ വാറണ്ടിക്ക് അയച്ചു നോക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വയ്ക്കുക. എന്നാലാണ് സെൽഫിൻ്റെ കേസ് റെഡി ആവുള്ളൂ. പിന്നെ പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ ആക്സിലേറ്ററിൻ്റെയാണ്. ആക്സിലേറ്റർ കേബിൾ നമുക്ക് ഇതിന് വന്നത് B6 മോഡൽ വരുന്ന 2 കേബിളുകളാണ്. അത് മാറ്റണമെങ്കിൽ തന്നെ ബോഡി ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇതേപോലെ കേബിളുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ലോക്ക് ചെയ്താണ് പോയത്. അപ്പോൾ ബോഡി കവർ അഴിച്ച് നമ്മൾ അതും കൂടി മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 കേബിൾ നമുക്ക് മാറ്റിയിടണം. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ അതിനകത്ത് മീറ്റർ കേബിൾ പൊട്ടിയാനായിട്ടാണ് കാണുന്നത്. പക്ഷേ മീറ്റർ മെക്കാനിസത്തിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടും ഈ കേബിൾ പൊട്ടാറുണ്ട്. മീറ്റർ മെക്കാനിസം ടൈറ്റ് വരുമ്പോൾ ഈ ചെറിയ റോപ്പുള്ള അതും ഇങ്ങനെ പിരിഞ്ഞൊടിഞ്ഞു പോകണ കംപ്ലയിൻ്റ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേബിൾ മാറ്റിയിട്ടിട്ട് കാര്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്ററിൻ്റെ മെക്കാനിസം ചെറുതായിട്ടൊന്ന് ലൂബ്രിക്കേഷനൊക്കെ ചെയ്തിട്ട് കേബിൾ മാറ്റി റീസെറ്റ് ആക്കാം. മീറ്റർ കേബിൾ ഇപ്പോൾ ഇങ്ങനെ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ അടിയിൽ വന്ന വീലുമേ വന്ന ക്രൗണ് പിനിയൻ സെറ്റ് ഉണ്ട്, അതും കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടും കേബിളും ക്രൗണും പിനിയനും മാറ്റി മീറ്റർ വർക്കിംഗ് ആക്കി ഇടാനായിട്ട് സാധിക്കും. കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം
കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു പോകേണ്ട വർക്കാണ്. ഓയിൽ ചേഞ്ച് കമ്പൽസറി ആയിട്ട്. അപ്പോൾ അത് വിട്ടു പോകുമ്പോഴാണ് പല പ്രോബ്ലംസും വരാം. അപ്പോൾ അത് ഞാനൊന്ന് അതുകൂടി എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പെർമിഷൻ കിട്ടിയിട്ടാണ് എന്തായാലും നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ മീറ്ററിൻ്റെ ഉള്ളിൽ നൈറ്റ് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ലൈറ്റ് ഡിസ്പ്ലേ കാണാനായിട്ട് ബൾബും കൊടുത്തിട്ടുണ്ട് അടിയിൽ. അതിനകത്ത് ഒരു ബൾബ് തെളിയുന്നില്ല. ഒരെണ്ണമാണെങ്കിൽ ശരിക്കും ഇങ്ങനെ ഗ്രേ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പോകാവുന്ന കണ്ടീഷനാണ്. അപ്പോൾ ആ 2 ബൾബുകൾ വേണമെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്കൊന്ന് മാറ്റിയിടാം. ഫ്രണ്ടിലത്തെ വീലിൻ്റെ ഭാഗം നമ്മൾ ബാക്ക് വീല് പഴിച്ചേക്കണത് കൊണ്ടാണ് നമ്മൾ ഫ്രണ്ട് വീലും കൂടി അഴിക്കും. ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. അത്യാവശ്യം ലൈനറൊക്കെ ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് കേബിളുകൾ ഈ ഒരു കേബിൾ ചെറിയ സൈഡ് ചെരിവ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് തൽക്കാലം ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാം കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ പാർട്സുകളായിട്ട് ഡാമേജുള്ള ഭാഗങ്ങൾ ഞാൻ പറയാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എൻജിൻ ഓയിൽ മാറണം. ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ്ങും നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ക്ലച്ചിലേക്ക് വരുമ്പോൾ ബെൽറ്റ് പൊട്ടിയേക്കണതുകൊണ്ട് അത് മാറ്റിയിടുന്നുണ്ട്. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററും പ്ലഗ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാറ്ററി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ഈ പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വി ബുഷ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഇതൊക്കെ 100 രൂപ താഴേക്കേ ഉള്ളൂ. പക്ഷേ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വന്ന ചിലവ് നമുക്ക് അധികം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ കൂട്ടത്തിൽ ചെറിയ കംപ്ലൈൻ്റ് ആണെങ്കിൽ പോലും കൈയോടെ മാറ്റി കളയാൻ പറയണതിൻ്റെ കേസ് കേട്ടോ. പിന്നെ നമുക്ക് ഈ സൈഡിൽ ബ്രേക്ക് ഷോക്ക് ഇത് മതി. എയർ ഫിൽറ്റർ പ്ലഗ് അതിനകത്ത് ഉൾപ്പെടുത്തുന്ന ആക്സിലേറ്റർ കേബിള്, പിന്നെ സ്പീഡോമീറ്ററിനകത്ത് തന്നെ 2 ബൾബ്, സ്പീഡോമീറ്റർ ക്രൗണ്, പിന്നിയനും ആവശ്യമാണെങ്കിൽ നമുക്കത് എടുക്കാം. അല്ലെങ്കിൽ കേബിൾ മാത്രം മാറ്റി റീസെറ്റ് ചെയ്യാം. ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സാപ്പിലിടാം. നമുക്ക് ഇത്രയും ചെയ്യുമ്പോൾ ബാറ്ററി അടക്കം ചെയ്യുമ്പോൾ എത്ര വരും എന്നുള്ള ദിവസം നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ തരാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതേപോലെ തന്നെ ബാറ്ററി നോക്കാം. വാറണ്ടി പീരീഡിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വാറണ്ടിയിലേക്ക് അയക്കാം. അതുകൂടി ഒന്ന് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് എടുത്താണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അയക്കാവുന്നുള്ളൂ. അപ്പോൾ തൽക്കാലം വേറെ ഏതെങ്കിലും ബാറ്ററി സെറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന കണ്ടീഷനിലേക്ക് ആക്കി തരാം. വാറണ്ടിയിലുള്ളതാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി പുതിയത് വയ്ക്കാം. എന്നാൽ തന്നെയാണ് നമുക്കത് സെൽഫിൻ്റെ കേസ് ഓക്കെ ആവുള്ളൂ. ഓക്കെ.